ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഫോമയുടെ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. എൻ്റെ പേര് ജോസഫ് ഔസോ. ഞാനൊരു വൺ ഓഫ് ദ ഫൗണ്ടറാണ്. ജോൺ ടൈറ്റസിൻ്റെ സമയത്ത്, ജോൺ സി വർഗീസിൻ്റെ സമയത്ത് ഞാൻ ഫോമയുടെ ആദ്യത്തെ ട്രഷറായിരുന്നു. ഏതാണ്ട് 10-20 വർഷത്തോളം ഫോമയിൽ സന്തോഷമായിട്ട് അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു. ഒരു പ്രവർത്തനം കൂടിയാണ്. എൻ്റെ വൈഫ് സുജ ഔസോ. ഞങ്ങളുടെ കൂടെ വന്ന് എല്ലാവരെയും കാണുവാനും സന്തോഷമായ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുവാനും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവരെയും കാണുക, നമ്മുടെ ബന്ധം പുലർത്തുക, അതാണ് ഫോമയിലൂടെ നമ്മൾക്ക് കിട്ടുന്നൊരു ഭാഗ്യം. നമ്മുടെ കൂടെ പഠിച്ചവരും നമ്മുടെ കൂടെ ജീവിച്ചവരും നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും സ്വന്തം അപ്പനെ പോലും ഫോമയിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള സാധ്യത വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫോമയുടെ വിജയം ഇതിൻ്റെ ഭംഗിയായിട്ട് നടക്കണം. ഇത് ഒരു കണ്ടിന്യൂസ് ആയ ഒരു പരിപാടിയാണ്. ഈ പ്രാവശ്യം ഇലക്ഷൻ കഴിഞ്ഞാൽ നല്ലൊരു ഗ്രൂപ്പിൻ്റെ കൂടെ കൊടുത്തിട്ട് കുറേ ക്ലീനപ്പ് ചെയ്യാനുണ്ട്. അതെല്ലാം നടന്ന് ഫോമയെ ശക്തമായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നമസ്തേ, താങ്ക് യു വെരി മച്ച് എവരിബഡി. നൈസ് ടു സീ യു ഓൾ. ഒരു സെക്കൻഡ്, സാറിൻ്റെ പേര് ഒന്നുകൂടെ പറഞ്ഞിട്ട് നാട് എവിടെയാണെന്ന് പറയണേ. എൻ്റെ പേര് ജോസഫ് ഔസോ. ഔസോ ചായ എന്ന് പറഞ്ഞാൽ ഓൾ അമേരിക്കൻ, ഓൾ കാനഡ. എൻ്റെ വീട് വൈപ്പിൻ, നായരമ്പലം, എറണാകുളം. 1972 ഞാൻ അമേരിക്കയിലെത്തി. നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച ഒരു മനുഷ്യനാണ്. ഐ വാസ് എൻ എഞ്ചിനീയർ ഇൻ ബോയിങ് എയർക്രാഫ്റ്റ്, റിട്ടയർഡ്. എൻ്റെ വൈഫ് സുജയും 6 മക്കൾ, 6 ഗ്രാൻഡ് കിഡ്സ്. എൻ്റെ 2 ഗ്രാൻഡ് കിഡ്സ് ഓൾറെഡി ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ നിന്നും എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അവർ ജോലി ചെയ്യുന്നു. സന്തോഷവാനായ എൻ്റെ കൂടെ നിങ്ങളും, നിങ്ങളുടെ കൂടെ ഞാനും എന്നും. താങ്ക് യു. അവസരപ്പിച്ചാൻ ഏത് സ്റ്റേറ്റാണെന്ന് പറഞ്ഞാൽ? കാലിഫോർണിയ, ഹോളിവുഡ്. ഓക്കെ. ഇംഗ്ലീഷ് മൂവി, മലയാളം മൂവി ആൻഡ് ഹിന്ദി മൂവി, ഇതിലെല്ലാം അഭിനയിച്ചിട്ടുള്ള ആളാണ്. അത് ശരി. അഭിനയം 1-2 പടങ്ങളുടെ പേര് പറയാമോ? കാമസൂത്രകാടൻ ഇംഗ്ലീഷ് മൂവി, പിന്നെ മലയാളം ഹൗ ഓൾഡ് ആർ യു, മഞ്ജു വാര്യരുടെ ബോസായിട്ട്. 100-1 മലയാളം മൂവി. പിന്നെ അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ എവിടെയായിരുന്നു? ഹിന്ദി മൂവി പുരാനീതുൻ, റീമ കല്ലിങ്കൽ എൻ്റെ കൂടെ മകളായിട്ട് അഭിനയിച്ചു. അങ്ങനെ സന്തോഷമായ ഒരു അഭിനയ ജീവിതം, അഭിനേതാവാണ്. എല്ലാവരുടെ കൂടെയും സന്തോഷമായിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പിനെ സന്തോഷവാനാക്കി എടുക്കുവാൻ ഔസോച്ചായൻ അതിൻ്റെ മിഡിൽ വേണം. എല്ലാവർക്കും സന്തോഷമാണ്. അതെ അതെ. ഔസപ്പിച്ചായൻ വൈപ്പിൽ നായരമ്പലം. എത്ര വർഷം നാട്ടിലുണ്ടായിരുന്നു? ഞാൻ ഇവിടെ വന്നിട്ട് 54 വർഷമായി. 54 വർഷം. 54 years. അപ്പോൾ 20-22 വയസ്സുകാരൻ. I came to New York 1980 ഞാൻ കാലിഫോർണിയയിലേക്ക് വെക്കേഷന് വന്നു. ഇവിടെ തന്നെ വീട് വാങ്ങിച്ചു. കാലിഫോർണിയയിൽ സെറ്റിലായി. സോ well known all America, and everybody knows me. I know most of the people. Right. Okay, സാറ് ഇപ്പം വൈപ്പിൽ ആരുണ്ട്? ശരി, വൈപ്പിൽ എൻ്റെ ഫാമിലി 2-3 ഫാമിലി ഉണ്ട്. ബാക്കി സ്വന്തക്കാരും ഒക്കെ അടുത്തൊക്കെ താമസിക്കുന്നു. നാട്ടിൽ പോക്ക് വളരെ കുറവാണ്. എന്താ അവസാനം പോയത്? ഞാൻ ഈ കഴിഞ്ഞ ഡിസംബറിൽ പോയത്. ശരി. ഇനിയും ആക്ടിങ്ങിനുള്ള വല്ല സാധ്യതകളും ഇനിയുണ്ടോ? ഇനി എപ്പോൾ ചെന്നാലും നമുക്ക് സ്ലോട്ട് ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. ആൻഡ്രൂ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. അതെ, പുള്ളി എപ്പോഴെങ്കിലും ഒരു ചാൻസ് വന്നാൽ എന്നെ വിളിക്കും. എനിക്ക് സൗകര്യമുള്ളപ്പം നമ്മളോട് അതിൻ്റെതായ. കാലിഫോർണിയയിൽ സിറ്റി ആണല്ലോ കാലിഫോർണിയ, അല്ലേ? സ്റ്റേറ്റ് ലോസ് ബ്യൂട്ടിഫുൾ ഹോളിവുഡ്. അമേരിക്കൻ മൂവീസ് എല്ലാം ആ വലിയ റോക്കയിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അതിൻ്റെ ജസ്റ്റ് കീഴെയാണ് താമസവും. ഞാനൊരു 52 ഫാമിലിയോളം അമേരിക്കയിൽ കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടായി. എല്ലാവരും വെൽ ഡൺ. ഇവിടെ ഹ്യൂസ്റ്റണിലൊക്കെ ഇങ്ങോട്ടൊക്കെ റീലൊക്കേറ്റ് ചെയ്യാൻ ഒത്തിരി ഫാമിലി ഹ്യൂസ്റ്റണിലേക്ക് മൂവ് ചെയ്തു. വീടിനൊക്കെ കാലിഫോർണിയ ഒത്തിരി കോസ്റ്റ്ലി അല്ലേ? അതെ. അപ്പം ഒത്തിരി പേര് ഹ്യൂസ്റ്റണിലേക്ക് മാറുന്നുണ്ട്. എല്ലാവരും വളരെ സെറ്റിലായിട്ട് ജീവിക്കുന്നു. സന്തോഷം. സാറിനെ പരിചയപ്പെട്ടതിൽ ഒത്തിരി സന്തോഷം. ഫോമയുടെ അവസാന ദിവസം നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണണം. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സർ. പേരൊന്ന് പറയാമോ?
പേര് വിൽസൺ. നാട്ടിൽ വീട് മൂവാറ്റുപുഴയാണ്. ഓ അത് ശരി. ഞങ്ങളുടെ കണക്റ്റിക്കട്ടിൻ്റെ മാസ്കോൺ അസോസിയേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ്. ഓ ഓക്കെ. ശരി. അപ്പം അമേരിക്കയിലായിട്ട് എത്ര വർഷമായി? അമേരിക്കയിൽ വന്നിട്ട് ഞങ്ങൾ 2006 ഞങ്ങൾ അമേരിക്ക വരുന്നത്. വന്നത് അവിടെ തന്നെയാണ്, കണക്റ്റിക്കട്ടി നോർവാക്കിലാണ് വന്നത്. അപ്പോൾ അവിടെ തൊട്ട് അവിടെ തന്നെ ഇപ്പോഴും അവിടെ തന്നെയാണ്. അത് ശരി. എങ്ങനെ ഈ അസോസിയേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ടത് നമ്മുടെ ഈ മാസ്കോൺ അസോസിയേഷൻ്റെ ഒരു പാർട്ടാണ്. മാസ്കോൺ എന്ന് പറഞ്ഞാൽ മലയാളി അസോസിയേഷൻ ഓഫ് സദേൺ കണക്റ്റിക്കട്ട്. അങ്ങനെ ഒരു അസോസിയേഷൻ 2009 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. കണക്റ്റിക്കട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ന്യൂയോർക്ക് സൈഡല്ലേ? ന്യൂയോർക്ക്. ന്യൂ ഇംഗ്ലണ്ട് റീജിയനാണ്. അതിൽ ന്യൂയോർക്കുണ്ട്. ന്യൂയോർക്ക് വേറെ എംപയർ സ്റ്റേറ്റ് ആണ്. കണക്റ്റിക്കട്ട്, മാസച്യൂസെറ്റ്സ്, വെർമോണ്ട്, ന്യൂ ഹാംഷെയർ, മെയിൻ, ഇത്രയും സ്റ്റേറ്റ് കൂടുന്ന ന്യൂ ഇംഗ്ലണ്ട് റീജിയനിലാണ്. അങ്ങനെ പറയുന്നല്ലേ? അങ്ങനെ അസോസിയേഷൻ ഞങ്ങളുടെ മലയാളി അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് 2009 അപ്പോൾ അതിനുശേഷം പിന്നെ ഇത് വന്ന് പിന്നെ ഇവിടുന്നുള്ള ഓരോരുത്തരെ പലരെയും പരിചയപ്പെട്ടതിന് ശേഷമാണ് എല്ലാ വർഷം തന്നെ ഈ പ്രോഗ്രാമിന് വരാറുണ്ട്. മൂവാറ്റുപുഴയിൽ എവിടെ ആയിട്ടാണ്? വാഴക്കുളം വല്ലതും ആണോ? വാഴക്കുളമല്ല, മാറാടി എന്ന് പറയുന്നത്. മാറാടിയല്ലേ? അതേത് റൂട്ടാണ്? തൊടുപുഴ തന്നെയാണോ? കൂത്താട്ടോളം റോഡ്. അങ്ങോട്ട് പോകണം. ഓക്കെ. പഠിച്ചതൊക്കെ സാറ്? ഞാൻ പഠിച്ചത് മൂവാറ്റുപുഴയിലും പിന്നെ കോളേജൊക്കെ മൂവാറ്റുപുഴയായിരുന്നു. ഏത് ലെവൽ വരെയൊക്കെ പഠിച്ചിട്ടാവാ? ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ പിന്നെ ടെക്നിക്കൽ ITI പോയി. അങ്ങനെ ഇലക്ട്രീഷ്യനായിട്ട് ജോലി ചെയ്തു. അങ്ങനെ ഗൾഫിൽ പോയി. ഗൾഫിലെ ജോലിയെല്ലാം കഴിഞ്ഞ് അവിടെ ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമേരിക്കയിൽ മൈഗ്രേറ്റ് ചെയ്തു. ഈ ഗൾഫിൽ എവിടെ ആയിരുന്നു? ഗൾഫിൽ ദുബായ്, ഷാർജ, ഫുജേറ അങ്ങനെയുള്ള ഏരിയയിലൊക്കെയായിരുന്നു. ഒത്തിരി വർഷം ഉണ്ടായിരുന്നോ? 13 വർഷം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ WDയിലായിരുന്നു? അല്ല, വാട്ടർ ഇലക്ട്രിസിറ്റി സേവ എന്ന് പറയും. ഷാർജ ഇലക്ട്രിക്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ വൈഫ് ബീനയെ അവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെ പോകുന്നത് ഫയൽ ചെയ്ത് വന്നല്ലേ? അങ്ങനെ ഫയൽ ചെയ്ത് ബീന നേഴ്സ്. ഓക്കെ. ഹലോ. നോ പ്രോബ്ലം. അങ്ങനെ വന്ന് മറ്റേ ഇവർ നേഴ്സുമാർ ഈ CGFNSും കഴിഞ്ഞിട്ട് ഗ്രീൻ കാർഡൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ 3 പിള്ളേരുണ്ട്. 3 പിള്ളേരും ഞങ്ങളെല്ലാവരും 2006 ഓഗസ്റ്റിൽ ഇവിടെ എത്തി. അങ്ങനെ അന്നോട്ട് ഹോസ്പിറ്റലിലും ഓഫീസിലും. ITI എവിടെ പഠിച്ചു? ഓ ശരി. ഇലക്ട്രീഷ്യനാണോ? ഓ ശരി. അത് കഴിഞ്ഞ് പറഞ്ഞാൽ ഞങ്ങൾ ദുബൈക്ക് പോയോ? അത് കഴിഞ്ഞ് കുറേ നാൾ നാട്ടിലുണ്ടായിരുന്നു. നാട്ടിൽ കുറച്ച് പ്രവർത്തനവും അസോസിയേഷനും ഓക്കെ. ഓക്കെ. വളരെ സന്തോഷം കണ്ടതിൽ, പരിചയപ്പെട്ടതിൽ. താങ്ക് യു സോ മച്ച്. എവിടുന്നാണ് വരുന്നത്? ഒക്ലഹോമ സിറ്റി. ഓക്കെ. പേരെങ്ങനെ? സാം. ഓ, സാമിനെ ഞാൻ അന്വേഷിച്ച് നടക്കുന്നു. ഐ ആം സോ സോറി.